ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളുടെ യാത്ര സൈലൻറ്റ് വാലിയിലാക്കാട്ടോ. സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 8 മാസത്തോളം മഴ കിട്ടുന്ന 365 ദിവസവും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ് കേട്ടോ സൈലൻറ്റ് വാലി. ആ കാട്ടിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. നമുക്ക് പോകാം സൈലൻറ്റ് വാലിയിലേക്ക്. ഇതിന് സൈലൻറ്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചീവീടുകളില്ലാത്ത ഒരു ഫോറസ്റ്റാണ് കേട്ടത്. ചീവീടുകളെയൊക്കെ അവിടെ ഇവിടെയും കാണുന്നുണ്ട്, പക്ഷേ നിശബ്ദ കാടാണ്, നിശബ്ദമായ കാടാട്ടോ. ഇവിടെ ഒന്നും ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. നല്ലൊരു സുഖമാണ് ഇതിലെ പോകാൻ കേട്ടോ. ശാന്തമായ അന്തരീക്ഷമാണ്. അങ്ങനെ അട്ടപ്പാടി ചുരം ഇറങ്ങിയിട്ട് വേണം കേട്ടോ, കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. അട്ടപ്പാടി ചുരം ഉണ്ടല്ലോ, അതൊക്കെ കയറിയിട്ട് വേണം അവിടേക്ക് ചെല്ലാൻ. ഇത് പോകുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആട്ടോ കാണാൻ. അട്ടപ്പാടി ചുരത്തുമ്പോൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റ് കൂടി പോണ ഒരു ഫീലിംഗാണ്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി ചുരത്തു കൂടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഗെയ്സ്, അട്ടപ്പാടി ചുരത്തുമ്പോൾ കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ കുറേ മരങ്ങളും നല്ല പച്ചപ്പും ഉണ്ടാവും കേട്ടോ. നല്ല തണുപ്പുമാണ് പോകാൻ. മലകളൊക്കെ കാണുന്നുണ്ടല്ലേ, പോകുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അട്ടപ്പാടി ചുരത്തുമ്പോൾ കൂടി നമ്മൾ കയറി പോകുമ്പോൾ മലൻ്റെ മുകളിൽ കൂടി പോകണമെന്നില്ല ഫീലിംഗ് തന്നെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ താഴെ വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ മലൻ്റെ മുകളിൽ കൂടി നമ്മൾ പോകുന്നതെന്ന് അറിയാം. ഇവിടെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് നമ്മളെ സൈലൻറ്റ് വാലിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് വരിക കേട്ടോ. പാർക്കിംഗ് സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. ആൾക്കാർ പറഞ്ഞ് കുറച്ചാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ദൂരമൊന്നുമില്ല. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേന് എത്തണം എന്നാണ് കേട്ടോ ഞങ്ങളോട്. അപ്പോഴും നമുക്ക് ഉച്ചയൊക്കെ ആയാലേ 2 മണിയൊക്കെ ആയാൽ പിന്നെ മൃഗങ്ങളൊക്കെ ഇറങ്ങൽ തുടങ്ങും. രാവിലെ ആകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് ഞങ്ങൾ കുട്ടികളായിട്ടൊക്കെ പോയിന്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാം. 5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ കാട്ടിലൂടെ. അവിടെ പോയിട്ട് അവരുടെ ജീപ്പിലാണ് ഞങ്ങൾ പോയത്. ബസ്സും ഉണ്ട് അവിടെ. ബസ്സിലൊക്കെ ഇതല്ലേ, ഇതാണ് അതിൻ്റെ ഒരു ചെല്ലുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു വീടും ഒരു ഇതൊക്കെ ഉണ്ട്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ഗേറ്റും, ഉള്ളിൽ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ. ബസ്സുണ്ട് അവിടെ. ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീപ്പിൽ കയറുക. ജീപ്പിലാണെങ്കിലും ബസ്സിലാണെങ്കിലും. പിന്നെ അവിടെ കയറി നമ്മൾ 5 മണിക്കൂറായത്തിന് നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ എന്തെങ്കിലും കയ്യിലെടുക്കാമെന്ന് മാത്രം. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ കയ്യിലേന് വേസ്റ്റൊക്കെ ഇടാൻ ഇത് നമ്മൾ എടുത്തു വെക്കണം. ഇവിടെ എവിടെയും പ്ലാസ്റ്റിക്കുകളൊന്നും ഇടാൻ പറ്റില്ല. 5 മണിക്കൂർ നമ്മൾ യാത്രയൊക്കെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാണെങ്കിൽ കയ്യിൽ വെക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഈ കാട്ടുകൂടി ഇങ്ങനെ പോയിട്ടോ. നല്ല കോട മൂടിയ സ്ഥലം കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കോളനി, ആദിവാസി കോളനി ഉണ്ട് കാരണം അവിടെ ആൾക്കാരൊക്കെ ആടിനെയും കന്നിനെയൊക്കെ വളർത്തി അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാതും പറഞ്ഞു തന്നിട്ടോ. നല്ലൊരു ഗൈഡിനെ ഞങ്ങൾക്ക് കിട്ടിയത്. ഓരോ സ്ഥലത്തും നിർത്തി ഓരോന്നും കാണിച്ചു തന്നു ഞങ്ങൾക്ക്. അല്ലേ, പോകുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു തണുത്ത കാറ്റും ആ കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. പച്ചപ്പിൻ്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ. അങ്ങനെ ഗെയ്സ്, ഈ കാടിനുള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ പാടാൻ തോന്നും കേട്ടോ. പാട്ടൊക്കെ വരും നമുക്ക്. അത്രയും സുഖമായിട്ടുള്ള യാത്രയാണ്. മനസ്സിനും കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരു യാത്ര കേട്ടോ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി. പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടുള്ളൂ. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാട്ടിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന വീട്, എന്നും പ്രഭാതമെന്നോടുകൂടി ഇതിൽ ജനിക്കും, എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും, ഓ യുഗരഥനിതുവഴി കടന്നു പോകും. കാട്, കറുത്ത കാട്,
മനുഷ്യനാദ്യം പിറന്ന വീട്. അങ്ങനെ കേസ് ഞങ്ങളിങ്ങനെ പോയപ്പോൾ വേറെ ജീപ്പും കൂടിയും കണ്ടിട്ടോ. ഞങ്ങൾ ആനയെ പുലിയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുന്നിങ്ങനെ പേടിച്ചിരിക്കുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ടേ ഞങ്ങൾക്ക് നല്ല ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആനയും പുലിയൊന്നും ഇവിടെ ഇറങ്ങാറില്ല. അനിമൽസിനൊന്നും അങ്ങനെ ആരും കാണാറില്ല. കണ്ട് കിട്ടിയാൽ കാണുന്നവർക്ക് ഭാഗ്യമുള്ളവരേ കാണുള്ളൂ. അതൊക്കെ അതിൻ്റെ താവളത്തിൽ ഇരിക്കുന്നുണ്ടാവും. ആന ചിലപ്പോൾ ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നിനെയും കണ്ടില്ല കേട്ടോ. ഞങ്ങളൊരു സിംഹവാലൻ കുരങ്ങിനെയും കണ്ടു, ഉടുമ്പിനെയും കണ്ടു, മലയണ്ണാനെയും കണ്ടു. ഇത്രയും കണ്ടുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് കാണുകയും നന്നായി. കുട്ടികളൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര പോയിട്ടോ. എന്താണ് ഇതിൻ്റെ ഫീലിങ്. അങ്ങനെ അരുവികളൊക്കെ ഇങ്ങനെ മലൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നേ. നല്ല ഭംഗിയിട്ടോ കാണാൻ. നല്ല തണുത്ത വെള്ളമാണിത്. ഇത് കണ്ടാൽ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവർ ഈ വെള്ളം തന്നെയാണ് പൈപ്പിട്ട് കൊണ്ടുപോയി കുടിക്കുന്നത്. നല്ലൊരു വെള്ളം എന്നറിയാം. ശുദ്ധമായ വെള്ളം കേട്ടോ ഇത്. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം, പൂന്തേനരുവി. അങ്ങനെ നമുക്ക് പോകാം പച്ചപ്പിലൂടെ, കാട്ടിലൂടെ നമുക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം. അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചങ്ങനെ പോകാം. അങ്ങനെ ഗെയ്സ് നമ്മളെ വാച്ച് ടവറിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ 3 നിലയിലൊരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കയറേണ്ടവർക്ക് കയറാം. ഇവിടെ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിലൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വാച്ച് ടവർ ഒന്ന് കാണാം കേട്ടോ. 3 നിലയുണ്ട് ഇത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. എല്ലാ മലകളും എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിങ്ങാണ്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. ആരോഗ്യമുള്ളവർക്കൊക്കെ കയറാം. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അങ്ങനെ വണ്ടിയൊക്കെ കൊടുന്ന് പാർക്ക് ചെയ്ത് ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ടവർ കാണാൻ കയറിട്ടോ. യാത്ര ചെയ്ത ക്ഷീണേ നമുക്കില്ല കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പായിരുന്നു അവിടെ. ഊട്ടിയിലൊക്കെ പോയ പോലെയായിരുന്നു. നല്ലൊരു കാലാവസ്ഥ, നല്ല കാറ്റും. നമുക്കൊരു ക്ഷീണേ ഉണ്ടാവില്ല യാത്ര ചെയ്ത്. നമുക്കൊരു ആരോഗ്യം വന്ന മാതിരിയാണ്. അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ടവറിൻ്റെ മുകളിലൊക്കെ കയറണം കേട്ടോ. ഞാൻ കയറിയിട്ടില്ല. കുറച്ച് വിനോദയാത്ര വന്ന കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 12 ആൾക്കേ കയറാൻ പറ്റുള്ളൂ. ഒന്നിച്ച് കയറാൻ പറ്റുള്ളൂ കോണി കയറുമ്പോഴേ. അങ്ങനെ സ്കൂളത്തെ കുട്ടികൾ കുറച്ച് ടൂർ വന്നിട്ടുണ്ട് ഇവിടെ. അവരൊക്കെ അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. കയറാൻ വയ്യാത്തവരൊക്കെ ഇങ്ങനെ ചുറ്റും മതിലുണ്ട് കേട്ടോ. ആ മതിലിൻ്റെ മുകളിൽ നിന്ന് നല്ല ഫോട്ടോ എടുക്കാം. അവിടെ കയറി നിന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല വ്യൂ ആയിരുന്നു. മലകളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. അങ്ങനെ ഗെയ്സ്, പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം കേട്ടോ. പച്ചപ്പും മലകളും മേലെ ആകാശം, എന്തോ ഒരു ഭംഗിയാണ് കാണാൻ.
ഇത് ടൂറ് വന്ന കുട്ടികളാട്ടോ. ഓല അവിടുത്തെ വ്യൂ പറയണം. നല്ല ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട് അവിടെ. ആ മതിലിൻ്റെ മുകളിൽ കയറിയാണ്ട് അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത് അവർ കേട്ടോ. വർണ്ണിച്ചാണ് അവിടെ സൈലൻറ്റ് വാലിനെ പറ്റിയിട്ട് വർണ്ണിച്ചാണ്. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ പറയട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അല്ലേ മല എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. കുട്ടികളൊക്കെ നിന്നിട്ട് പറയുന്നുണ്ടോ, യൂട്യൂബിൽ ഞങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ശബ്ദമൊക്കെ വന്ന അപശബ്ദം ഉണ്ടാവുകൊണ്ടേ ഞാനൊക്കെ ശബ്ദം ഒഴിവാക്കി. പലവര വർത്തമാനങ്ങളായിരുന്നു. ഇവർ ഡയലോഗൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പിള്ളേർ അവർക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ ഇതിൽ കുട്ടികൾക്കൊക്കെ. PSCക്കൊക്കെ ക്വസ്റ്റ്യൻ വരുമല്ലോ. സൈലൻറ്റ് വാലിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരും PSCക്ക്. പഠിക്കാനുള്ളവർക്കൊക്കെ പഠിക്കാനുണ്ട് ഇവിടെ. ഏതായാലും നല്ലൊരു സ്ഥലമാട്ടോ. എല്ലാവരും ഒന്ന് വന്ന് കാണുന്നത്. കുട്ടികൾ പറയുന്നുണ്ടല്ലേ, അവരതിനെപ്പറ്റി പറയാണ്, വർണ്ണിക്കാണ്. അങ്ങനെ ഗേസ് രാജീവ് ഗാന്ധിയാണ് ഈ നാഷണൽ പാർക്ക് ഉണ്ടാക്കിയത് കേട്ടോ. 1985 നാഷണൽ സൈലൻറ്റ് വാലി ഉണ്ടാക്കിയത്, നാഷണൽ പാർക്കാക്കി പ്രഖ്യാപിച്ചത് കേട്ടോ. അങ്ങനെ ഈ കാട്ടിനുള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മൃഗങ്ങളെ കാൽപ്പാട്, മൃഗങ്ങളെ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളെ ഫോട്ടോസും ഉണ്ട് ഇവിടെ. മുറ്റത്തൊക്കെ ഇങ്ങനെ ചെടി ഉണ്ടാക്കി നല്ലൊരു മ്യൂസിയം കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പാട്ടോ. അവിടെ AC ഒന്നും വെച്ചിട്ടല്ല, പക്ഷേ ഈ കാലാവസ്ഥ ആ ടൈൽസും തന്നെ നല്ല തണുപ്പിലെ ടൈൽസാണ്. നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോയാലോ. കുറേ മൃഗങ്ങളെ ഫോട്ടോസും കാൽപ്പാടുകളൊക്കെ കാണാം കേട്ടോ. മൃഗങ്ങളെ നമുക്ക് കാൽപ്പാട് കണ്ടുകൊണ്ട് ഇന്ന മൃഗമാണ് വന്നിക്കണമെന്ന് നമുക്ക് അടയാളപ്പെടുത്താം. അല്ലേ ഓരോന്നിൻ്റെയും എല്ലാ മൃഗത്തിൻ്റെയും ഫോട്ടോസ് ഉണ്ട് കേട്ടോ അതിൽ. കലമാനാണിത്. ഒക്കെ പേരും എഴുതിയിട്ടുണ്ട് അവിടെ തന്നെ. അല്ലേ ഓരോ മൃഗം.
ഗേസ് നമ്മൾ ഫോട്ടൊക്കെ കണ്ടിട്ടോ. ഇനി കാൽപ്പാടുകൾ കാണാം നമുക്ക്. ഇതാണല്ലേ ഓരോന്നിൻ്റെയും പേര്. കാട്ടുപന്നി, ചെന്നായ, ഓരോന്നിൻ്റെയും കാലിൻ്റെ അടയാളമാണ് കാണിക്കുന്നത് കേട്ടോ. അവർ പോകണ ഇന്ന ആൾ ഇതിലെ പോയിന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് മനസ്സിലാകാനാണ്, ഫോറസ്റ്റുകാർക്ക് മനസ്സിലാകാനായിരിക്കും. ഈ കാൽപ്പാട് കണ്ടാൽ ഈ മൃഗമായിരിക്കും പോയിരിക്കണമെന്ന് അവർക്ക് മനസ്സിലാവും. എല്ലാ മൃഗത്തിൻ്റെ കാൽപ്പാടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നല്ലൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. ചായ കുടിക്കാൻ പറ്റുന്നൊരു ക്യാൻറ്റീന്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. നല്ലൊരു ചെറിയ സ്നാക്സും ഒരു ചായയും ഒരു ഇലടിയും ചായയൊക്കെ കിട്ടിട്ടോ. കാപ്പി വേണമെങ്കിൽ കാപ്പി നല്ലതായിരുന്നു. ഈ കാടിൻ്റെ ഉള്ളിൽ ടീ ഷോപ്പുണ്ട്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ടേ മടങ്ങാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടി ചുരത്തുമ്മ കൂടി ഇങ്ങനെ പോന്നപ്പോഴേ അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് നിൽക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ കുരങ്ങന്മാർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തി കുരങ്ങിനെയൊക്കെ കണ്ടു. 2-3 കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. ചെറിയ കുട്ടീനെയും കണ്ടു, ഒരു കുട്ടി കുരങ്ങിനെയും കണ്ടു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി കണ്ടപ്പോൾ.